ഈ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും അനാവശ്യമായ ഒരു കമൻറ്റോ ഒരു വിവാദം ഉണ്ടാക്കരുത്. ആ വിവാദം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു സഹോദരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാകും. പണ്ടത്തെ കാലമല്ല. കേരളത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് യമനിൽ മാത്രമല്ല ലോകത്തെവിടെയും എത്തുന്ന സാഹചര്യമാണ്. നടത്തിയിട്ടുള്ള പ്രൊവാക്റ്റീവായിട്ടുള്ള ഇടപെടലുകളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും ഗവർണറുടെയും ഒക്കെ ഇടപെടലിലേക്കും തുടർന്ന് ഏറ്റവും കുറഞ്ഞത് വധശിക്ഷ നീട്ടിവെക്കാനെങ്കിലും സഹായകരമായിട്ടുള്ളത്. പക്ഷേ വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. കുടുംബം ഇന്ന് നടത്തിയിട്ടുള്ള പൊതുപ്രസ്താവന, സഹോദരൻ ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ BBC-യുടെ അറബി ചാനൽ വഴിയും നടത്തിയിട്ടുള്ള അവരുടെ നിലപാട് പ്രഖ്യാപനം എന്ന് പറയുന്നത് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും ഞങ്ങളെ തൃപ്തിപ്പെടുത്തില്ല, പണം വാങ്ങിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിന് ഞങ്ങളില്ല എന്നവർ വളരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. ആ കുടുംബത്തിലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് മറിച്ച് അഭിപ്രായമുണ്ട് എന്ന് കേൾക്കുന്നു. ഇനിയുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്? നമ്മൾ ഈ ചർച്ചകൾ അത് എത്രത്തോളം പബ്ലിക് ആവുന്നോ അത്രത്തോളം അത് ഒരു ആശ്വാസ്യമായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരോടും ഞാൻ ഉച്ചം മുതൽ പറയുന്നൊരു കാര്യം, എനിക്ക് യമനിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു തരത്തിലുള്ള ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റും പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ നടത്തുക തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തോട്ട് പോകുന്നു, അവിടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ വീണ്ടും അതൊരു ഇഷ്യൂ ആയി വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ വളരെ പണിപ്പെട്ടിട്ടാണ് ഈ സ്റ്റേജ് വരെങ്കിലും എത്തിച്ചത്. അതിൽ എല്ലാവർക്കും പങ്കുണ്ട്. അതിനായ ഗവർണർക്ക് പങ്കുണ്ട്, അതിനായ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, അതിനായ കാന്തപുരം ഉസ്താദിന് വലിയ പങ്കുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന, ഈ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും അനാവശ്യമായ ഒരു കമൻറ്റോ ഒരു വിവാദം ഉണ്ടാക്കരുത്. ആ വിവാദം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു സഹോദരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാകും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം ഈ ഒരു സമയത്ത് സംയമനം പാലിക്കുക എന്നുള്ളതാണ്. സംയമനം പാലിച്ചു മാത്രമേ നമുക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊരു പണ്ടത്തെ കാലമല്ല. കേരളത്തിൽ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് യമനിൽ മാത്രമല്ല ലോകത്തെവിടെയും എത്തുന്ന സാഹചര്യമാണ്. ലോകത്തെവിടെയും. ഇപ്പം നമ്മൾ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ അത് ആ കുട്ടിയെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, പണ്ടൊരു പറച്ചിലുണ്ട്, വൺ ഫ്ലാപ്പ് ഇൻ ലണ്ടൻ ക്രിയേറ്റ്സ് സ്റ്റോം ഇൻ അനദർ പാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ നാട്ടിൽ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കുന്നെങ്കിൽ പരമാവധി നമ്മുടെ കമൻറ്റുകൾ കുറയ്ക്കുക, ഒഴിവാക്കുക, നമ്മൾ പ്രാർത്ഥിക്കാൻ ചെയ്യുന്നത് മാക്സിമം ചെയ്യുക എന്നതിനപ്പുറം നമ്മളൊരു പ്രകോപനമോ ആർക്കെതിരെ ഒരു ആക്ഷേപമോ നമ്മൾ തമ്മിലുള്ള വാഗ്വാദം പോലും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. മലയാളികളുടെ പ്രസ്താവനകളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ചില മലയാളികൾ വളരെ ആസൂത്രിതമായി അറബി ഭാഷയിൽ പോലും പ്രകോപനമുണ്ടാക്കുന്ന കമന്റുകൾ യമൻ പൗരന്മാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഇടുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ സഹോദരനോട്, ഈ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്ത മെഹദിയോട് തന്നെ നിങ്ങളുടെ സഹോദരന്റെ രക്തം വിറ്റ് പണം ഉണ്ടാക്കാൻ നോക്കുകയാണോ എന്ന് പറയുന്ന മലയാളികളെ നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു കാര്യമാണ്. അടിയന്തരമായി അങ്ങനെ ഒരു ഇടപെടൽ ആൾക്കാർ ചെയ്യരുത്. എനിക്ക് വിനീതമായ അഭ്യർത്ഥനയാണ് നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ആൾക്കാരോട്. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒത്തിരി ഈ ഒരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കുറേ നാളുകളായി നടക്കുന്നുണ്ട്. പലരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയി നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമുക്കുണ്ടാക്കാവുന്ന ഡാമേജ് ഇപ്പോൾ റൊണാൾഡോയുടെയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ചെയ്യുന്ന പോലെ ഒരു ഫേസ്ബുക്ക് ഡാമേജ് അല്ല, ഒരാളുടെ ജീവനെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു ഭാരതീയ, നമ്മുടെ ഒരു മലയാളി സഹോദരിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് അടിയന്തരമായി വിഡ്രോ ചെയ്യുക. കാരണം അവർ പ്രകോപിതരായി തീർന്നാൽ നമ്മുടെ സഹോദരിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വളരെ പണിപ്പെട്ട് രാജ്യത്തിൻ്റെ തന്നെ പൂർണ്ണമായ ഒരു എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു രാജ്യത്തിന് മുഴുവൻ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. അതിനകത്ത് എല്ലാവരും ഇൻവോൾവാണ്. അങ്ങനെ ഇൻവോൾവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ വെല്ലുവിളിക്കുവാനോ നമ്മളവളെ പ്രകോപിക്കുവാനോ പാടില്ല. സാഹചര്യം എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വന്നു നിൽക്കുന്നത്. അത് അവർക്കുണ്ടായ നഷ്ടം, ഇവിടെ നമ്മുടെ ഭാഗത്തുണ്ടായ നഷ്ടം, രണ്ടും
നമുക്ക് ഒരേപോലെ അത് ബാലൻസ് ചെയ്തിട്ട് വേണം അവിടെ ഒരു നീതി നടപ്പിലാക്കുവാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ സഹോദരിമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആരും ഒരു പ്രകോപനം സൃഷ്ടിക്കുവാൻ ശ്രമിക്കരുത്. ഞാനിന്ന് വളരെയധികം എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, ഒരു മലയാളി ഇവിടെ ഫേസ്ബുക്ക് പേജ് എനിക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം വളരെ ആവേശത്തോടെ ഇത് നടപ്പിലാക്കിയിരിക്കും. എത്ര പ്രവാചകന്മാർ വന്ന് ഇത് ആകാശത്ത് നിന്ന് വന്ന് ഇവിടെ താഴെ ഇറങ്ങി വന്നാലും ശരി, ഈ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിപ്പോയി. ഈ തരത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് അഭ്യർത്ഥനയാണ്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമാണ് ഈ ഗതികേട് വന്നെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരബദ്ധത്തിൽ പെട്ടുപോയാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദയവ് ചെയ്ത് നമ്മുടെ ഒരു മലയാളിയുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള ഈ ശ്രമത്തിൽ ആരും വിഘാതമായി നിൽക്കരുത്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അവര് 9 വർഷക്കാലം ജീവിച്ച ജയില്, ഒപ്പം നമുക്കറിയാം 16-ാം തീയതി മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് 15-ാം തീയതി ക്ഷമ കിട്ടുന്ന അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു പ്രതികരണം? നമുക്കിത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ആ സഹോദരി തന്നെ പിടിച്ചു നിൽക്കുന്ന വലിയ ഈശ്വര കാരുണ്യത്തിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു സാഹചര്യത്തെ ആരും മുതലെടുക്കാനോ ആരും നിങ്ങൾ ഒരു ഫേസ്ബുക്ക് കമന്റ് ഇട്ടുകൊണ്ട് വിചാരിച്ച് അവരൊന്നും മാറാൻ പോകുന്നില്ല, മാറി ചിന്തിക്കാൻ പോകുന്നില്ല. അവർക്ക് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നഷ്ടം നമ്മുടെ ഭാഗത്തിന് മാത്രമാണ്, നമ്മുടെ സഹോദരിക്ക് മാത്രമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വളരെ പ്രസക്തമാണ്.